നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചൊരു മനുഷ്യൻ അയാൾ പറഞ്ഞ കേസ് വെച്ചാൽ അയാളുടെ മക്കൾ സാറേ 1.5 മാസമായി എന്നോട് പറഞ്ഞു സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ചെറിയ ജീപ്പൊക്കെ ഉണ്ട്, ഒരു ചെറിയ ടിപ്പർ പോലത്തെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിൽ ഇയാളുടെ സുഹൃത്തിൻ്റെ വീട് പണി നടക്കുന്ന കാരണം അവർക്ക് മണൽ കിട്ടുന്നില്ല. മണലിനാണ് ഭയങ്കര വില, മണൽ കിട്ടാനില്ല. അപ്പോൾ അയാളും അയാളുടെ സുഹൃത്തും 1-2 ആൾക്കാരോട് ചേർന്നിട്ട് ഈ ആറ്റിൽ പോയി മണ്ണ് വാരി, പെർമിറ്റ് ഇല്ലാതെ തന്നെ മണ്ണ് വാരി ഈ ടിപ്പറിനകത്ത് അയാളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഇങ്ങനെ 2 പ്രാവശ്യം ട്രിപ്പ് അടിച്ചു. ഇതാരോ ഒറ്റി കൊടുത്ത് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചപ്പം ഇത് പെട്ടെന്ന് അങ്ങ് വലിയ ന്യൂസായി കഴിഞ്ഞപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരുപാട് ഈ ലോക്കൽ ചാനലുകളും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളൊക്കെ ഒരുപാടുണ്ട്. കാരണം ഗ്രൂപ്പ്, അതായത് ഇങ്ങനെ നാട്ടിലെ വിശേഷങ്ങൾ, നാട്ടിലെ മരണം, കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനത്തെ ഗ്രൂപ്പിനകത്തൊക്കെ ഈ ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഇയാൾ മണൽ പിടിച്ചു. ഈ ഗ്രൂപ്പിനകത്ത് ഈ പോസ്റ്റ് ഇടുന്ന വ്യക്തിക്കും വ്യക്തമായിട്ട് അറിയാം ഇയാളുടെ സുഹൃത്തിൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് എടുത്ത മണലാണെന്നൊക്കെ അറിയാം. പക്ഷേങ്കിൽ അതിനെ അങ്ങ് വലിയൊരു ഇതിലാക്കി, വലിയ ന്യൂസാക്കി ഇയാളെന്തോ വലിയ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്നോ അല്ലെങ്കിൽ എന്തോ വലിയ ലഹരി വസ്തുക്കൾ കടത്തിയെന്നുള്ള രീതിയിൽ അങ്ങ് ആക്കി. അയാൾ ചെയ്ത് തെറ്റ് തന്നെയാണ്, 100% തെറ്റാണ്. എങ്കിലും ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ പറയുകയാണ് ഈ ന്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പം 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇവരുടെ കൂടെയുള്ള കുട്ടികളെല്ലാം ചോദിക്കുന്നത് നിൻ്റെ അച്ഛൻ കള്ളക്കടത്ത് നടത്തിയോ, അല്ലെങ്കിൽ മണ്ണ് കള്ളക്കടത്തി കൊണ്ടുപോയോ എന്നൊക്കെ ചോദിച്ച് ഈ കുഞ്ഞുങ്ങളെ അങ്ങ് മാനസികമായിട്ട് കാരണം നമ്മൾ ചിന്തിച്ച് ചോദിക്കും, ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ എന്തോ അറിയാം. അത് സ്കൂളിൽ ചെല്ലുമ്പോൾ അതിനോട് 1.5 മാസമായിട്ട് സാറേ ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇത്തരം ചാനലുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഒരു ന്യൂസ് ഇടുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. ഈ ഫോട്ടോ സഹിതം വെച്ച് ഇപ്പോൾ ഒരു വലിയൊരു കൊലപാതകം നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വലിയൊരു മോഷണ ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നാട്ടുകാർക്കും മറ്റു ആൾക്കാർക്കും ഭീകരത പരത്തുന്ന രീതിയിലുള്ളൊരു വ്യക്തിയോ ആണെങ്കിൽ അയാളുടെ ഫോട്ടോയൊക്കെ അറിയുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഒരു ചെറിയ സംഭവത്തിനകത്തൊക്കെ ഫോട്ടോ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾക്കൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ചാനലൊരു റേഞ്ച് കിട്ടുന്നതിനൊപ്പം തന്നെ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന മാനസിക വിഷമമാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ദയവ് ചെയ്ത് അത്തരം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ പബ്ലിസിറ്റി അവരുടെ ആ ഒരു ബലഹീനതയല്ല കാണേണ്ടത്. താങ്ക് യു. നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചൊരു മനുഷ്യൻ അയാൾ പറഞ്ഞ കേസ് വെച്ചാൽ അയാളുടെ മക്കൾ സാറേ 1.5 മാസമായി എന്നോട് പറഞ്ഞു സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ചെറിയ ജീപ്പൊക്കെ ഉണ്ട്, ഒരു ചെറിയ ടിപ്പർ പോലത്തെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിൽ ഇയാളുടെ സുഹൃത്തിൻ്റെ വീട് പണി നടക്കുന്ന കാരണം അവർക്ക് മണൽ കിട്ടുന്നില്ല. മണലിനാണ് ഭയങ്കര വില, മണൽ കിട്ടാനില്ല. അപ്പോൾ അയാളും അയാളുടെ സുഹൃത്തും 1-2 ആൾക്കാരോട് ചേർന്നിട്ട് ഈ ആറ്റിൽ പോയി മണ്ണ് വാരി, പെർമിറ്റ് ഇല്ലാതെ തന്നെ മണ്ണ് വാരി ഈ ടിപ്പറിനകത്ത് അയാളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഇങ്ങനെ 2 പ്രാവശ്യം ട്രിപ്പ് അടിച്ചു. ഇതാരോ ഒറ്റി കൊടുത്ത് പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചപ്പം ഇത് പെട്ടെന്ന് അങ്ങ് വലിയ ന്യൂസായി.